ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പാർട്ട്ണർഷിപ്പ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഈസി ഷോർട്ട് കട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Okay, moving to the first question. 3 partners A, B, C start a business. Twice A's capital is equal to thrice B's capital and B's capital is 4 times C's capital out of the total profit of rupees 16,500 at the end of the year. B's share is. Okay. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പാർട്ട്ണർഷിപ്പ് എന്ന ടോപ്പിക്കിൽ കൂടുതൽ കാണുന്നതാണ്. കൂടുതലും സ്റ്റുഡൻസ് അത് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്ത് കുറേ ടൈം കളയും. അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ട്രിക്സ് നമുക്ക് നോക്കാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പം ഇപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പാർട്ട്നേഴ്സും ഉണ്ട്. എ ബി സി സ്റ്റാർട്ട് എ ബിസിനസ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്വൈസ് എസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ത്രൈസ് ബീസ് ക്യാപിറ്റൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് A's capital is equal to thrice B's capital and B's capital is 4 times C's capital. അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് പാർട്ട്ണർഷിപ്പിനകത്ത് നിങ്ങൾക്ക് അറിയാം ദ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണ് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണ് പ്രോഫിറ്റ്. ദാറ്റ് ഈസ് റേഷ്യോ രീതിയിലാണ്. റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണ് റേഷ്യോ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എടുക്കാം? ഞാൻ 3 റേഷ്യോസ് ആയിട്ട് എടുക്കും. എ ഈസ് ടു ബി ഈസ് ടു സി. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് എസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ത്രൈസ് ബീസ് ക്യാപിറ്റൽ ആൻഡ് ബീസ് ക്യാപിറ്റൽ ഈസ് 4 ടൈംസ് സീസ് ക്യാപിറ്റൽ. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ സീനെ എക്സ് ആയിട്ട് എടുത്തു. അപ്പം ബിയുടെ ക്യാപിറ്റൽ 4 ടൈംസ് സീസ് ക്യാപിറ്റൽ എന്നാണ്. സോ 4x. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ട്വൈസ് എസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ത്രൈസ് ബീസ് ക്യാപിറ്റൽ. സോ 2a ഈക്വൽ ടു നമുക്കറിയാം 3 ഇൻറ്റു ബിയുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 4x. ദാറ്റ് ഈസ് 12x എന്ന് വരും. അപ്പം എയുടെ 12x ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 6x വരും. എയുടെ നമ്മൾ റേഷ്യോ ആയിട്ട് എടുക്കുമ്പോൾ 6x. സോ നമ്മുടെ റേഷ്യോസ് എന്തൊക്കെ വന്നു? 6x ഈസ് ടു 4x ഈസ് ടു x. എക്സ് എല്ലാം ക്യാൻസൽ ആയി പോകും. സോ 6 ഈസ് ടു 4 ഈസ് ടു 1. സോ ടോട്ടൽ 6 + 4 + 11. അവർ പറഞ്ഞിട്ടുണ്ട് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,500 ആണ്. ദാറ്റ് ഈസ് 11 ആണ് 16,500. 15 ടൈംസ് ആണ്. ദാറ്റ് ഈസ് 1,500. അങ്ങനെയാണെങ്കിൽ ചോദിച്ചത് ബിയുടെ ഷെയർ ആണ്. ദാറ്റ് ഈസ് 6,000. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഓർക്കണം. ദാറ്റ് ഈസ് റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ടൈം ആണ് പ്രോഫിറ്റ്. എന്നിട്ട് നമ്മൾ ആ ഒരു റേഷ്യോയിലോട്ട് ആക്കാൻ നോക്കണം. എക്സ് 4x 6x. ദെൻ ആ ഒരു ടോട്ടൽ സമ്മിനാണ് ഇത്രയെന്ന് പറയുക. ദെൻ ബിയുടെ ഷെയർ കണ്ടുപിടിക്കുക. വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡ് ചെയ്താൽ ഒരുപാട് ടൈം എടുക്കും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A, B and C enter into a partnership. A invests 3 times as much as B invests and B invests 2/3 of what C invests. At the end of the year, the profit earned is rupees 6,600. What is the share of B? എന്താ പറഞ്ഞിരിക്കുന്നത്? A invest, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ എടുക്കാം. A invest 3 times as much as B invest. That is A equal to 3B എന്ന് എടുക്കാം. അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ഇൻവെസ്റ്റ് 2/3 ഓഫ് വാട്ട് സി ഇൻവെസ്റ്റ്. ബി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 2/3 2/3 ഓഫ് വാട്ട് സി ഇൻവെസ്റ്റ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് പോകുന്നത്. സോ ഇത് ഞാൻ റേഷ്യോയിലോട്ട് മാറ്റുവാണ്. ദാറ്റ് ഈസ് എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് എടുത്തു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എടുക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ബി എന്ന് പറഞ്ഞത് 2/3 ഓഫ് സി ആണ്. സോ സീനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 2/3 ഓഫ് വാട്ട് സി ഇൻവെസ്റ്റ്. ദെൻ എ എന്താ പറഞ്ഞത്? 3 ടൈംസ് ആസ് മച്ച് ആസ് ബി ഇൻവെസ്റ്റ്. അപ്പം എ എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് മച്ച് ആസ് ബി ഇൻവെസ്റ്റ്. ദാറ്റ് ഈസ് 2x വരും.
സോ ഇങ്ങനെ ഉള്ള റേഷ്യോനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെ? അതിൻ്റെ LCM എടുക്കുക, എക്സ് ക്യാൻസലായി പോകുന്നു, ദാറ്റ് ഈസ് 2/3 ആൻഡ് 1 വരും. LCM എടുക്കുമ്പോൾ എന്ത് വരും? ഇതിനകത്ത് LCM 3 ആയിട്ട് എടുത്തു. സോ ആ 3നെ ഓരോ റേഷ്യോ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഈസ് 6:2:3. സോ ഇവർ പറഞ്ഞിട്ടുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ദ പ്രോഫിറ്റ് ഏൺഡ് ഈസ് ₹6,600. ദാറ്റ് ഈസ് 11 നമ്മൾ 6,600 കൊടുക്കുന്നത്. എത്ര ടൈംസ് വരും? 600 ടൈംസ്. ഇവിടെയും ചോദിച്ചത് എന്താണ്? വാട്ട് ഈസ് ദ ഷെയർ ഓഫ് ബി? ദാറ്റ് ഈസ് 600 × 2, ദാറ്റ് ഈസ് 1,200. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. AB start a business jointly. Twice the investment of A is equal to thrice the investment of B, and the investment of B is 4 times the investment of C. Find the share of B in annual profit of ₹2,97,000. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ മെത്തേഡ് എടുക്കരുത്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇതൊക്കെ നമുക്ക് എക്സാംസിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടൈപ്സ് ആണ്. സോ ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. ഫോർ മോർ വീഡിയോസ് യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, ബൈ.